നമസ്തേ ബച്ചോ. 7ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു കവിതയാണ്. കവിതയുടെ പേര് ഖുദ് സേ പ്യാർ. കവിത എഴുതിയിരിക്കുന്നത് ശോഭനാഥ് യാദവ് എന്ന കവിയാണ്. ഇനി നമുക്ക് കവിയെ പരിചയപ്പെടാം. ശോഭനാഥ് യാദവ്. ജന്മ 14 ജൂൺ 1937. ശോഭനാഥ് യാദവ് ജനിച്ചത് 14 ജൂൺ 1937 शोभनाथ यादव का जन्म उत्तर प्रदेश में हुआ. वे लेखक और संपादक है. दरख्तों में सूरज, भस्मासुर की भूमिका, नरकगाथा आदि उनकी रचनाएं हैं. അദ്ദേഹത്തിൻ്റെ ജനനം ഉത്തർപ്രദേശിലാണ്. വേ ലേഖക് ഓർ സമ്പാദക് ഹെ. അദ്ദേഹം എഴുത്തുകാരനും എഡിറ്ററുമായിരുന്നു. ലേഖക് എന്ന് വെച്ചാൽ സാഹിത്യകാരൻ, സമ്പാദക് എന്ന് വെച്ചാൽ എഡിറ്റർ എന്നാണ്. ദരക്തോമേം സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നരകഗാഥ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ്. അപ്പോൾ ഇത്രയുമാണ് ലേഖകനെ പറ്റിയിട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് കവിത നോക്കാം. ഖുദ് സേ പ്യാർ. ഖുദ് എന്ന് വെച്ചാൽ സ്വയം എന്നാണ് അർത്ഥം. പ്യാർ എന്ന് വെച്ചാൽ സ്നേഹം. അപ്പോൾ ഖുദ് സേ പ്യാർ എന്ന് വെച്ചാൽ സ്വയം സ്നേഹിക്കുക. ലവ് യുവർ സെൽഫ് എന്നാണ് കവിതയുടെ അർത്ഥം. അതായത് സെൽഫ് ലവ്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. നമ്മളെ തന്നെ സ്നേഹിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളോട് തന്നെ സ്നേഹമുണ്ടായിരിക്കണം. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമ്മളായി തന്നെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കും. അത് തന്നെയാണ് നമ്മുടെ ജീവിത വിജയവും. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കാനും ഈ സെൽഫ് ലവ് കൊണ്ട് നമുക്ക് സാധിക്കും. കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ വരികൾ കേട്ടിട്ടില്ലേ? വലിയൊരു ലോകം നന്നാകാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ. ആദ്യം സ്വയം നന്നാവുക. അതായത് നമ്മൾ നന്നായാൽ തന്നെ ഈ ലോകം നന്നാവും. അതുകൊണ്ടാണ് ഗാന്ധിജിയും അങ്ങനെ തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് ലോകത്തെ മാറ്റണമെങ്കിൽ ആദ്യം സ്വയം ആരംഭിക്കുക. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഈ സെൽഫ് ലവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വലിയൊരു ലോകം സൃഷ്ടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മളൊരിക്കലും തെറ്റായ വഴിയിൽ കൂടി സഞ്ചരിക്കില്ല. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കുന്നതിനോടൊപ്പം നമുക്ക് വേണ്ടിയും കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കാൻ പഠിക്കണം. അത് സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ മീ ടൈം വേണം. നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ. സ്വന്തം കഴിവുകളെ ഞാൻ എത്രത്തോളം മനോഹരമാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതുവഴി ഈ സമൂഹത്തിന് എങ്ങനെ നന്മ പകരാൻ സാധിക്കും എന്നൊക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് പരിശോധിക്കാം. മറ്റുള്ളവരിലേക്ക് നോക്കാതെ തന്നിലേക്ക് തന്നെ നോക്കി വളരാൻ ശ്രമിക്കുക. സ്വന്തം കഴിവുകളെ സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കുക. മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ, നിങ്ങൾക്ക് സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തി ജ്വലിക്കുക. ഈ കാര്യങ്ങൾ പലതും നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ പഠിക്കാൻ സാധിക്കും. അത് തന്നെയാണ് നമ്മുടെ കവിതയിൽ പറയുന്നതും. ആദ്യത്തെ വരികൾ നോക്കാം. സൂരജ് അപ്പനി ആഗ് സേ ഇത്നാ പ്യാർ കരേക്കി വ ദേ സകേ ആഗ് ദുനിയാ കോബി. സൂരജ് സൂര്യൻ, അപ്പനി സ്വന്തം, ആഗ് എന്ന് വെച്ചാൽ തീ, അഗ്നി. സൂര്യൻ സ്വന്തം തീ, അതായത് സൂര്യൻ്റെ ചൂടും വെളിച്ചവും ഊർജവും അതിനെ ഇത്നാ പ്യാർ കരേക്ക് ഇത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് വഹ് ദേ സകേ ആഗ് ദുനിയാ കോബി. ദുനിയ എന്ന് വെച്ചാൽ ലോകം. ഇത്രയും സൂര്യൻ തൻ്റെ ഊർജത്തെയും ചൂടിനെയും വെളിച്ചത്തെയും ഒക്കെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, സ്വയം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അതിന് ഈ ലോകത്തിന് ഈ ചൂടിനെയും വെളിച്ചത്തെയും ഊർജത്തിനെയും ഒക്കെ പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സൂര്യൻ എന്ന് പറഞ്ഞാൽ ഊർജത്തിൻ്റെ ഉറവിടമാണ്. സൂര്യൻ്റെ ചൂട്, സൂര്യൻ്റെ വെളിച്ചം, സൂര്യൻ്റെ ഊർജം എല്ലാം നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അടുത്ത വരികൾ നോക്കാം. ദർഖത്ത് അപ്നെ ഫൂലോം സെ ഇത്നാ പ്യാർ കരേക്കി വഹ് ദേ സകേ ഫൂൽ ദുനിയാ കോബി. ദർഖത്ത് എന്ന് വെച്ചാൽ പേട്, മരം. മരം അപ്നെ ഫൂലോം സെ തൻ്റെ പൂക്കളെ ഇത്നാ പ്യാർ കരേക്കി ഇത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് വഹ് ദേ സകേ ഫൂൽ അതിന് നൽകാൻ സാധിക്കുന്നത്. മരം അതിൻ്റെ പൂക്കളെ ഇത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് ലോകത്തിന് അതിൻ്റെ പൂക്കൾ നൽകാൻ സാധിക്കുന്നത്. ദുനിയ എന്ന് വെച്ചാൽ ലോകമാണ്.
അതുപോലെ തന്നെ അടുത്ത വരികൾ ബാദൽ അപ്നെ ജൽ സേ ഇത്നാ പ്യാർ കരേക്കി വഹ് ദേ സകേ ജൽ ദുനിയാ കോബി. ബാദൽ എന്ന് വെച്ചാൽ നമുക്കറിയാം മേഘമാണ്. മേഘം അതിൻ്റെ ജലത്തെ വെള്ളത്തെ ഇത്രയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് വഹ് ദേ സകേ ജൽ ദുനിയാ കോബി അതിന് ലോകത്തിന് വെള്ളം നൽകാൻ സാധിക്കുന്നത്. അവസാനത്തെ വരികൾ നോക്കൂ. മേ ഖുദ് സേ ഇത്നാ പ്യാർ കരൂം കി ദേ സകൂം പ്യാർ ദുനിയാ കോബി. മേം ഞാൻ, ഖുദ് സേ സ്വയം, ഞാൻ സ്വയം, ഇത്നാ പ്യാർ കരൂം കി ഇത്രയും സ്നേഹിക്കുകയാണെങ്കിൽ ദേ സകൂം പ്യാർ ദുനിയാ കോബി ലോകത്തിനും സ്നേഹം നൽകാൻ സാധിക്കും. സൂരജ് സ്വന്തം ചൂടിനെയും വെളിച്ചത്തെയും ഊർജത്തെയും സ്നേഹിച്ച് ലോകത്തിന് ദാനം നൽകുന്നത് പോലെ, വൃക്ഷങ്ങൾ തൻ്റെ പൂക്കളെ നൽകുന്നത് പോലെ, ബാദൽ മേഘം തൻ്റെ ജലം നൽകുന്നത് പോലെ നമ്മൾ നമ്മളെ തന്നെ സ്വയം സ്നേഹിച്ചാൽ ഈ ലോകം മുഴുവൻ സ്നേഹം നൽകാൻ സാധിക്കുമെന്നാണ് ഈ കവിതയിൽ പറയുന്നത്.